ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊന്നുകൂടി റെഡിയാക്കിയാലോ. അപ്പോൾ ഇതൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് വഴറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ നന്നാക്കി വെച്ചു. എന്നിട്ട് അതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് കറിവേപ്പിലയൊക്കെ ഒന്ന് മാറ്റി അതിനുശേഷം പിന്നെ നമ്മൾ സൈഡായിട്ട് വെക്കുന്ന പയർ കറിയാണ്. അപ്പോൾ പയറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിയുടെ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നു, തകൃതിയായിട്ട് തന്നെ നടക്കുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്ക് നല്ല ഫ്രഷ് ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മൾ പയറുകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയറുകറി വെച്ചപ്പോഴത്തേക്കും ഇത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് പരിപ്പൊക്കെ വെച്ച് ഇഷ്ടപ്പെടാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ പയർ വെച്ചുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം പയർ നമ്മളിങ്ങനെ ഒന്ന് അരച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ പൊട്ടിച്ചെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാടല്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പം അത് വന്നോളും. അതിൻ്റെ അകത്ത് ആ ഒരു ഉള്ളിലെ പരിപ്പൊക്കെ പുറത്തുവരുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കണം. അപ്പം ഇന്നത്തെ നമുക്ക് ബീഫ് കറിയേക്കാളും കൂടുതൽ ഇത് നമ്മളെപ്പോഴും വെക്കില്ലല്ലോ ബീഫ് കറി. നമ്മൾ പല രീതിയിലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വെക്കാറുള്ളൂ. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ നീക്കം ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നാക്കി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങ് പോയിക്കോളും, പാറ്റി കൊടുക്കുമ്പോൾ തന്നെ പൊയ്ക്കോളും. അപ്പം അതിന് ശേഷം നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി വേറെ, അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് അഴുക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മുടെ ഇറച്ചിക്കറിയുടെ പരിപാടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്കും ബീഫ് അങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പോൾ മസാല ഒന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ, ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചു. അതിൻ്റെ ആ ഒരു ഇറച്ചിയിലെ ആ ഒരു ബീഫിലെ വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് വരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളകൊന്ന് വറുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കൊന്ന് എടുക്കാമല്ലോ. അതിനുശേഷം നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു. ഏലക്കായ, ഗ്രാമ്പൂ, പട്ട, കുരുമുളക് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. ചൂടാക്കിയതിന് ശേഷം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ പയർ കറിക്ക് വേണ്ടിയിട്ടുള്ള പയർ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 2 വെളുത്തുള്ളിയും ഒരു 2 കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പച്ചമുളകും ചേർത്തിട്ട് നമ്മുടെ കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ മസാല അവിടെ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതൊന്ന് ഇതായിട്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി എടുത്തതിനെക്കാട്ടിലും ഒരു ടേബിൾ സ്പൂൺ കുറവ് മുളക് പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ച ആ ഒരു പൗഡർ ഉണ്ടല്ലോ, പൊടികൾ, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് 3 കൂടെ അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ജാറിലേക്ക് ഒരു 3 വെളുത്തുള്ളി, ഒരു 3 ചെറിയുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് താളിക്കണം. ഒന്ന് തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കണം. കാരണം ഈ കറി തേങ്ങ അരച്ച് വെച്ചേക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ, നോൺ വെജ് അല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളിച്ചു പോകും. അതിനുശേഷം നമ്മളിത് താളിക്കുന്ന നെയ്യിലാണ്. അപ്പോൾ എല്ലാവരും നെയ്യിൽ തന്നെ താളിക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണയിലല്ല, നെയ്യിൽ. നമ്മൾ 6 kg നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യിൽ താളിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ ഒരു വറവ് നമ്മുടെ പയർ കറിയിലോട്ട് ഇട്ട് കൊടുത്തു. നല്ല ബ്രൗൺ കളറായതിനു ശേഷമാണ് കേട്ടോ മാറ്റിയേക്കുന്നത്. നമ്മൾ ചുമ്മാ ഇത് വറുത്തിട്ട് കാര്യമില്ല. ഈ കറിയുടെ ഒരു ടേസ്റ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ താളിപ്പിലാണ്. അപ്പോൾ നമ്മൾ അതിനുശേഷം ആ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ ഇറച്ചിക്കറി വയ്ക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് പരിപ്പ് കറിയും പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
അതിനുശേഷം ഇപ്പോൾ ഉള്ളി അരിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബീഫ് കറിക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, ആ മസാല നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തു. കാരണം തരി കിടക്കാത്ത രീതിയിൽ ഇത് വറുത്തേക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ഒഴിക്കാതെ, നമ്മൾ ഈ കറിയുടെ പ്രത്യേകം നമ്മൾ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ. അപ്പം അടിപൊളി ബീഫ് കറിയായിരുന്നു. എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പൗഡർ അതിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഇതിൽ ചേർക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ചിക്കൻ മസാല, ബീഫ് മസാല ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ ഇട്ട സ്പൈസസൊക്കെ ചൂടാക്കി അതാണ് ഇട്ടേക്കുന്നത്. അതിന് ശേഷം ലാസ്റ്റ് നമ്മളൊന്ന് താളിച്ചൊഴിക്കും. എന്താ പറയണ്ട, വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കും കേട്ടോ. തേങ്ങാക്കൊത്തിട്ട ബീഫ് കറി പിന്നെ പറയണ്ടല്ലോ. തേങ്ങാക്കൊത്തും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ നമ്മുടെ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോഴത്തേക്കാണ് ഒരു ബീഫ് കറിയുടെ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് കിട്ടുന്നത്. കാരണം ലാസ്റ്റ് നമ്മൾ ഓൾറെഡി താളിച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിയൊക്കെ താളിച്ച് തന്നെയാണ് ചേർത്തത്. പക്ഷേ ലാസ്റ്റ് നമ്മൾ ഒന്ന് താളിച്ച് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, എല്ലാത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തി, അപ്പം, എന്താ പറയണ്ടേ, ബിരിയാണി, അതുപോലെ തന്നെ നെയ്ച്ചോറ്, ഇതിനൊക്കെ സൈഡായിട്ട് ഉപയോഗിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വാപ്പയുടെ റെസിപ്പി ആയിരുന്നു കേട്ടോ. വാപ്പ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അതിന് ശേഷം നമ്മളുടെ പരിപാടി എന്താണ്, ഇപ്പോൾ പരിപ്പായി, അതുപോലെ തന്നെ ഇറച്ചിയായി. ഇനി എന്താ, പപ്പടം. അപ്പം പപ്പടം കൂടെ വറുത്തു. അതിന് ശേഷമുള്ള പരിപാടി എന്താണ്, നമ്മുടെ പപ്പടവും പയറുകറിയും അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. അപ്പോൾ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അച്ചാറാക്കിയില്ല, അച്ചാറുണ്ട്, അച്ചാറെടുത്തില്ല. അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ സെറ്റായി. അതിന് ശേഷം പിന്നെ നമ്മൾക്ക് എന്താണ് പരിപാടി, പിന്നെ ചോറ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പരിപാടി. അപ്പോൾ ഓൾ സെറ്റ്. ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചോറ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ചോറ്, അതുപോലെ തന്നെ ബീഫ് കറി, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നമ്മുടെ പയറുകറി, ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ചോറ് കഴിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ കഴിക്കാം. അപ്പോൾ അതുവരേക്കും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.